സ്നേഹസ്വരൂപനായ സ്വർഗീയനാഥനെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിക്കുകയും ഇരു മനസ്സുള്ളവരെ ഏക മനസ്സുള്ളവരാക്കി മാറ്റുകയും ഇരു ഹൃദയങ്ങളെ ഏക ഹൃദയമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിൽ നിന്ന് വെളിപ്പെട്ട ഉപദേശങ്ങൾക്കായി അങ്ങയുടെ മുഖത്തിലേക്ക് നോക്കുവാൻ, അങ്ങയിലേക്ക് നോക്കുവാൻ, അങ്ങയിലേക്ക് തിരിയുവാൻ അങ്ങ് നിൽക്കുന്ന അവസരങ്ങൾ ഓർത്ത് നന്ദി പറയും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും അങ്ങയുടെ മാറ്റമില്ലാത്ത നാമത്തിന് കീഴ്വഴക്കമുള്ളവരായി, ചട്ടം ജീവിതത്തിൽ ഗ്രഹിക്കുന്നവരായി, ചട്ടത്തിൽ ജീവിക്കുന്നവരായി, ദൈവിക ചട്ടങ്ങളെ അഭ്യസിപ്പിക്കുന്നവരായി, ദൈവിക ചട്ടങ്ങളിൽ ശീലമുള്ളവരായി മാറുവാൻ തക്കവണ്ണം തിരുനാമത്തിൽ എല്ലാവരെയും താഴ്ത്തി സമർപ്പണം ചെയ്യുന്നു. ഭൂലോകത്തിന്റെ അറ്റത്തോളമുള്ള സകല വ്യക്തികളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് ഇടങ്ങൾ ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ആമേൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രത്യേകിച്ചും ആത്മീയ നന്മകൾ, അകത്തെ മനുഷ്യന്റെ നന്മയ്ക്ക് കുറവില്ല. ആർക്ക്? യഹോവയെ അന്വേഷിക്കുന്നവർ. യഹോവയെ അന്വേഷിക്കുന്നവർ മുൻപേ രാജ്യവും നീതി അന്വേഷിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർ ഐക്യതയുള്ളവരായിരിക്കും, ഐകമത്യമുള്ളവരായിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ വസിക്കുന്നവരായിരിക്കും. കൂട്ടായ്മ ആചരിക്കുകയും നന്മ ചെയ്യുന്നവരും ആയിരിക്കും. ആര്? യഹോവയെ അന്വേഷിക്കുന്നവർ. അവർക്ക് എന്തില്ല? ഒരു നന്മയ്ക്കും മുടക്കമില്ല. കഷ്ടതയില്ലെന്നല്ല പറയുന്നത്, നഗ്നതയില്ലെന്നല്ല പറയുന്നത്. കാരണം റോമലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആരാണ്? സ്തോത്രം. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ച ആളാണ്, അന്വേഷിക്കുന്ന വ്യക്തിയാണ്, ഭക്തനാണ്. സ്തോത്രം. ആ ഭക്തൻ പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന അവന്റെ സ്നേഹത്തിൽ നിന്ന് എന്നല്ല, പലരും പറയുന്നത് അവന്റെ സ്നേഹം എന്നാണ്. ഈ അവനെന്ന് പറഞ്ഞാൽ ആരെന്ന് എനിക്കറിയത്തില്ല, പറയുന്നവർക്ക് അറിയത്തില്ല അവനെന്ന് പറഞ്ഞാൽ ആരാണ്. പക്ഷെ അപ്പോസ്തലന്മാർ സ്തോത്രം ശക്തമായിട്ടും സ്തോത്രം ബഹുമാനയോഗ്യമായി, മലയാള ഭാഷയിലും ബഹുമാനയോഗ്യമായി തന്നെ ആ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? അദ്ദേഹം മത്തെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തോടൊപ്പം ക്രിസ്തുവിൽ വസിക്കുന്ന എല്ലാവരെ കുറിച്ചുമാണ് പറയുന്നത്. നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പൊ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ട്? ഒരു നന്മയ്ക്ക് മുടക്കമില്ല. പക്ഷെ എന്തൊക്കെ ഉണ്ട്? കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്. ആർക്ക്? യഹോവയെ അന്വേഷിക്കുന്നവർക്ക്. പക്ഷെ ഒരു നന്മയ്ക്ക് മുടക്കമില്ല. അത് ആത്മീയ നന്മകൾക്കാണ്, വെളിപ്പാടുകൾക്ക് മുടക്കമില്ല, ദർശനങ്ങൾക്ക് മുടക്കമില്ല. സ്തോത്രം. ആത്മീയ ചിന്തകൾക്ക് മുടക്കമില്ല. ഭൂമിയിലുള്ളതല്ല, ഉയരങ്ങളിലുള്ള ചിന്തകൾക്ക് എന്തില്ല? മുടക്കമില്ല. ആർക്ക്? യഹോവയെ അന്വേഷിക്കുന്നവർ. പക്ഷെ ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്, വരുന്നൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അതുണ്ടായിരിക്കും. ദൈവത്തെ കണ്ടെത്തിയ കൂട്ടം, ദൈവത്തെ കണ്ടെത്തിയെന്ന് ചിന്തിക്കുന്ന കൂട്ടം, അവർക്ക് നന്മയ്ക്ക് മുടക്കം വരും. സ്തോത്രം. അവർക്ക് ദൈവം ഉദ്ദേശിക്കുന്ന നന്മയ്ക്ക് അവർക്ക് മുടക്കം വരും. ഹല്ലേലൂയ.
ദൈവം ഉദ്ദേശിക്കുന്ന നന്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്വർഗത്തിലെ സകല ആത്മീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന എഴുതപ്പെട്ട ഓരോ വചനങ്ങളും അതിൽ നഗ്നമായ ആത്മീയ സത്യങ്ങളാണുള്ളത്. അത് പ്രാകൃതൻ വായിക്കുമ്പോൾ പ്രാകൃതമായിട്ട് അല്ലെങ്കിൽ ജഡികമായിട്ട് അല്ലെങ്കിൽ ഐഹികമായിട്ട് ചിന്തിക്കും. എന്നാൽ ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: ദൈവമേ, ഏത് ആത്മാവിൽ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളുണ്ട്. പക്ഷേ പഠിച്ചതല്ലേ പാടൂ. പ്രാർത്ഥിക്കുന്നത് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചാലും പ്രസംഗിക്കുമ്പോൾ പഠിച്ചതല്ലേ പാടും. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ഏത് ആത്മാവ് എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ പ്രസംഗിക്കേണ്ടതിന് പകരം വ്യാജാത്മാവിൽ പ്രസംഗിക്കും, പ്രാകൃതാത്മാവിൽ പ്രസംഗിക്കും, ദുഷ്ടാത്മാവിൽ പ്രസംഗിക്കും, പോസ്റ്റിന്റെ ആത്മാവിൽ പ്രസംഗിക്കും, ഈ ലോകത്തിന്റെ ആത്മാവിൽ പ്രസംഗിക്കും. സ്തോത്രം. അത് തിരിച്ചറിയേണ്ട ബോധം കേൾക്കുന്നവർക്കില്ലെങ്കിൽ കേൾക്കുന്നവരും അതേപോലെയാണ്. ഹല്ലേലൂയ. അതാണ് ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീ ജ്ഞാനിയാവും. വായിക്കാം 11-ാം വാക്യം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാണ്. മനുഷ്യജ്ഞാനവും ജ്ഞാനമാണ്. ആ ജ്ഞാനിനെ കൂടെ എന്ത് ചെയ്യാം? നടക്കാം. മാനുഷിക ജ്ഞാനമുള്ള മനുഷ്യനെ കൂടെ നടന്നാൽ മാനുഷിക ജ്ഞാനം കിട്ടും. ദൈവജ്ഞാനത്തെ ഉള്ള വ്യക്തിയുടെ കൂടെ നടന്നാൽ നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടും. ദൈവിക ജ്ഞാനം കിട്ടിയാൽ ദൈവവചനത്തെ ആത്മീയമായി വിവേചിക്കും. മാനുഷിക ജ്ഞാനം കിട്ടിയാൽ ദൈവവചനത്തെ മാനുഷികമായി വിവേചിക്കും. മാനുഷികമായ വിവേചനം മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയാണ്. മാനുഷികമായ വിവേചനം ഈ തൽക്കാലമുള്ള ഈ ലോകത്തിലെ ആയുസ്സിൽ സുഖകരമായി ജീവിക്കുവാനുള്ള ആലോചനകളാണ്. സ്തോത്രം. അത് മാനുഷിക ജ്ഞാനത്തിലുള്ള പ്രസംഗവും വെളിപ്പാടും അങ്ങനെയാണ്. എന്താണ് ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. ഈ ആയുസ്സിൽ മാത്രം, അല്ലെങ്കിൽ ഈ ആയുസ്സിൽ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ ശേഷ മനുഷ്യരെക്കാൾ അരിഷ്ടന്മാർ. എന്നാൽ ദൈവത്തെ കണ്ടെത്തിയെന്നും രക്ഷിക്കപ്പെട്ടു എന്നും അവർ ഹൃദയംഗമായി ഏറ്റുപറഞ്ഞ് നടക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരികയെന്ന്. കണ്ടെത്തിയവർക്കല്ല, അന്വേഷിക്കുന്നവർ. ക്രൈസ്തവ ലോകത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് പറയാൻ എത്ര പേര് കാണുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയാൻ 99% പേരുണ്ട്. പ്രൈസല്ലോ. പക്ഷെ ബൈബിൾ പറയുന്നു ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ ആര് കാണും? മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവരുടെ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നവർ ഹൃദയശുദ്ധിയുള്ളവരെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസല്ലോ. ഒന്നുകിൽ അവർ ഹൃദയശുദ്ധിയുള്ളവരാണ്, അല്ല എങ്കിൽ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് കള്ളസാക്ഷ്യമാണ്. പ്രൈസല്ലോ. ഒന്നുകിൽ അവർ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് കള്ളസാക്ഷ്യമാണ്, അല്ലെങ്കിൽ അവർ ഹൃദയശുദ്ധിയുള്ളവരാണ്. എന്നാൽ അവർ ഹൃദയശുദ്ധിയുള്ളവരാണെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? അവരെ കുറിച്ച് മറ്റൊരാളിന് പറയാൻ കഴിയുമോ? അവരെ കുറിച്ച് അവര് പോലും പറയില്ല ഞാൻ ഹൃദയശുദ്ധിയുള്ള വ്യക്തിയാണ്, പറയോ? ഇല്ല. പക്ഷെ ദൈവത്തെ കണ്ടെത്തി എന്ന് പറയും. അതിന്റെ അർത്ഥം ഞാൻ ഹൃദയശുദ്ധിയുള്ളവനെന്ന് പറയുകയാണ്. എൻ്റെ അർത്ഥം അത് വ്യാജമാണ്, കള്ളസാക്ഷ്യമാണ്. 10 കൽപ്പനയിൽ ഒരു കൽപ്പന കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. സദൃശവാക്യത്തിൽ കള്ളസാക്ഷ്യം പറയരുത്, വിലക്കാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത് വ്യാജാത്മാവാണ്, മനുഷ്യജ്ഞാനമാണ്, പൈശാചികമാണ്.
സ്തോത്രം എന്നുള്ള സത്യം ഈ നാളുകളിൽ നമ്മൾ അറിയുകയും നമ്മൾ അറിയിക്കുകയും ചെയ്യും എന്നത് ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടമാണ്. ഹല്ലേലൂയ. വായിക്കൊണ്ട് ലേഖനം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പോൾ അപ്പോസ്തലന്മാർ ദൈവവചനം ഉപദേശിച്ചത് മാനുഷിക ജ്ഞാനത്താലല്ല. അപ്പൊ മാനുഷിക ജ്ഞാനത്താൽ അല്ലെങ്കിൽ മാനുഷികമായ അനുഗ്രഹത്തിന് വേണ്ടിയുമല്ല. അവർ ദൈവവചനം ഉപദേശിച്ചത് മാനുഷിക ജ്ഞാനത്തിലല്ല എങ്കിൽ മാനുഷികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുമല്ല അവർ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥനയില്ല, ആത്മീയമായ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവർ മാനുഷിക ജ്ഞാനം കൊണ്ട് ഉപദേശിച്ചത് അല്ല. അപ്പോൾ ഇന്ന് മാനുഷികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപദേശിക്കുകയും മാനുഷികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരിൽ വ്യാപരിക്കുന്ന ജ്ഞാനം മാനുഷിക ജ്ഞാനമാണോ ദൈവിക ജ്ഞാനമാണോ എന്ന് നമ്മളെ ഗ്രഹിക്കണം. അതുകൊണ്ട് തിരുവചനത്തിൽ കൂടെ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ പറഞ്ഞ് പോവുകയല്ല വേണ്ടത്. അത് ആത്മാവിന്റെ ഉപദേശത്തിന് യോഗ്യമായതാണോ, ആത്മാവിന്റെ ഉപദേശത്തോട് ചേരുന്നതാണോ, സത്യത്തോട് ചേരുന്നതാണോ എന്ന് ഗ്രഹിച്ചറിയുവാൻ നാം ഈ നാളുകളിൽ ബുദ്ധിയുള്ളവരായി മാറും. സ്തോത്രം. അങ്ങനെ ഗ്രഹിച്ചറിയേണ്ട ബുദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്ര മേലോട്ടായിരിക്കത്തില്ല, നമ്മുടെ ജീവിതയാത്ര കീഴെയുള്ള പാതാളത്തിലേക്കായിരിക്കും. നമ്മുടെ ജീവിതയാത്ര കീഴെയുള്ള പാതാളത്തിലേക്കായിരിക്കരുത്. നമ്മുടെ ജീവിതയാത്ര മേലെയുള്ള യെരൂശലേമിലേക്കായിരിക്കണം, പുത്തൻ യെരൂശലേമിലേക്കായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയ്ക്ക് നമ്മൾ ആത്മനിയോഗമുള്ളവരായി, ആത്മജ്ഞാനമുള്ളവരായി, ആത്മ അഭിഷേകമുള്ളവരായി, ആത്മാവിനോട് ഐക്യതയുള്ളവരായി, ആത്മാവിനെ അനുസരിക്കുന്നവരായി, ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്നവരായി, ആലോചന പറയുമ്പോൾ അതിനെ കീഴ്പ്പെടുന്നവരായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ മാനുഷ്യ ജ്ഞാനത്തിന് എന്ത് ചെയ്യാം? ഉപദേശിക്കാം. തിരിച്ചറിയണം, മാനുഷ്യ ജ്ഞാനത്തിൽ ഉപദേശിക്കുന്നത് ഉപമ മാനുഷ്യജ്ഞാനമാണ്. സ്തോത്രം. ചരിത്ര സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നത് മാനുഷ്യജ്ഞാനമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കൂട്ടിച്ചേർക്കുന്നത് മാനുഷ്യജ്ഞാനമാണ്. സ്തോത്രം. ലോക സംഭവങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് മാനുഷ്യജ്ഞാനമാണ്. എല്ലാം മാനുഷ്യജ്ഞാനമാണ്. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠത്തിൽ ഒരുപക്ഷെ മാനുഷ്യജ്ഞാനം കൊണ്ട് ഒരു പരിധി വരെ പ്രയോജനമുണ്ട് ഇല്ലെന്നല്ല. പക്ഷെ പരിജ്ഞാനപൂർത്തിലേക്ക് വരുമ്പോൾ മാനുഷിക ജ്ഞാനം കൊണ്ട് അവിടെ ആവശ്യമില്ല. അവിടെ മാനുഷിക ജ്ഞാനം കൊണ്ട് ആവശ്യമില്ല, പ്രയോജനമില്ല. അവിടെ ദൈവജ്ഞാനം കൊണ്ടാണ് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവജ്ഞാനത്താൽ ഉപദേശിക്കുന്നതെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ഉപദേശമായിരിക്കും. ദൈവാത്മാവിൽ ഉപദേശിച്ചാൽ, ദൈവജ്ഞാനം കൊണ്ട് ഉപദേശിച്ചാൽ, സ്തോത്രം. അതാണ് അപ്പോസ്തലന്മാര് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ശക്തമായിട്ട് സഭകളിൽ, അന്നത്തെ കൂട്ടായ്മകളിൽ ശക്തമായിട്ട് പോരാടി പ്രസംഗിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ധൈര്യത്തോടെ പറയുന്നത്, ഞങ്ങൾ ഉപദേശിച്ച ഉപദേശം മനുഷ്യജ്ഞാനത്താലല്ല. ഹല്ലേലൂയ. എന്നുള്ളൊരു ധൈര്യത്തോടെ പറയോ? ഇന്നുള്ള ഉപദേശക്കാന്മാർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഞങ്ങൾ ഉപദേശിച്ചത് മാനുഷ്യ ജ്ഞാനം കൊണ്ടല്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയോ? ഇനി പറഞ്ഞാൽ അടിസ്ഥാനത്തോടെ പറയാൻ കഴിയോ? അതെന്തുകൊണ്ട്? വചനം കേട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. വചനം കേട്ട് ചെയ്യുന്നവർ, വചനം കേട്ട് ഉപദേശിക്കുന്നവർ, വചനം കേട്ട് ചിന്തിക്കുന്നവർ, വചനം കേട്ട് ഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, അവർ അടിസ്ഥാനമുള്ളവരായിരിക്കും, അവർ ബുദ്ധിയുള്ളവരായിരിക്കും, അവരുടെ ജീവിതയാത്ര മേലോട്ടായിരിക്കും. അവരുടെ ജീവിതയാത്ര ഭൗതികമല്ല, അവരുടെ ജീവിതയാത്ര മാനുഷികമല്ല, അവരുടെ ജീവിതയാത്ര അനുരൂപമല്ല, അവരുടെ ജീവിതയാത്ര മേലോട്ടായിരിക്കും. ഈ നാളുകൾ നമ്മുടെ ജീവയാത്രയും ഏത് വിധത്തിലായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ നാം അധികമായി ശ്രമിക്കണം, അധികമായി അതിനുവേണ്ടി അഭ്യസിക്കണം, അധികമായി ശീലമുള്ളവരായി മാറണം.
ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പറയണം ഞങ്ങൾ മനുഷ്യൻ ഞാൻ ഉപദേശിക്കുന്ന മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് ഉപദേശിക്കുന്ന വചനങ്ങളാൽ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു. എങ്ങനെ പ്രസ്താവിക്കുന്നു? ഇവിടെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ എന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. പ്രസ്താവിക്കുകയാണ്. ആമേൻ. പ്രസ്താവന എന്ന് പറഞ്ഞാൽ പറയുക. പറയുക, കൽപ്പിക്കുകയാണ്. രാജകൽപ്പന ബലമുള്ളത്. സ്തോത്രം. രാജാവുള്ളിടത്ത് എന്തുണ്ട്? രാജകോലാഹലമുണ്ട്. അവിടെ കൽപ്പനയുണ്ട്. സ്തോത്രം. 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 പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മീയന്മാർക്ക് എന്ത് തെളിയിക്കുന്നു? ആത്മീയമായത് തെളിയിക്കുന്നു. ഭൗതികമല്ല തെളിയിക്കുന്നത്, ലോക സംഭവമല്ല തെളിയിക്കുന്നത്, യഹൂദന്റെ മടങ്ങി വരവല്ല തെളിയിക്കുന്നത്, തളർത്തുന്നതല്ല തെളിയിക്കുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധശ്രുതികളുമല്ല തെളിയിക്കുന്നത്. ഇതെല്ലാം മാനുഷിക ജ്ഞാനമാണ്. നമുക്ക് തോന്നുന്നു ഭയങ്കര പ്രസംഗമാണ്, പക്ഷെ നമുക്ക് വല്ല മാനസാന്തരം ഉണ്ടായോ? ഇല്ല. ഓർക്കണം, അത് മാനുഷിക ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓർക്കണം, നമ്മുടെ വചനത്തിന്റെ അടുത്ത് പ്രസംഗിക്കുമ്പോൾ പ്രബോധിപ്പിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് എന്തുണ്ടാകണം? മാനസാന്തരം ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, പാപബോധം ഉണ്ടാകണം, പാപത്തെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകണം. കഴിഞ്ഞ നാൾ വരെ ഞാൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസത്തിൽ എന്തായിരുന്നു? കഴിഞ്ഞ നിമിഷം വരെ ഞാൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇന്നെങ്ങനെ ആയിരിക്കുന്നു? നാളെ എങ്ങനെ ആകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മൾ മാനുഷ്യ ജ്ഞാനത്തിൽ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലന്മാർ മാനുഷ്യ ജ്ഞാനത്തിൽ ഒതുങ്ങിക്കൂടിയവരല്ല. അവർക്ക് മാനുഷ്യ ജ്ഞാനം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് മാനുഷ്യ ജ്ഞാനം ഉണ്ട്, പക്ഷേ അവർ മാനുഷ്യ ജ്ഞാനത്തിന്റെ അടിമയായിരുന്നില്ല. അവരായിരുന്നത് ദൈവജ്ഞാനത്തിന്റെ അടിമയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവിന്റെ ഉപദേശം എങ്ങനെയിരിക്കും? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുന്നതായിരിക്കും. സ്തോത്രം. ദൈവാത്മാവിന്റെ ഉപദേശം എങ്ങനെയുള്ളതായിരിക്കും? പറയും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, രോഗസൗഖ്യം തന്നെ വരില്ല. രോഗസൗഖ്യം നടക്കും, പക്ഷേ പ്രസംഗത്തിൽ വരില്ല, ഉപദേശത്തിൽ വരില്ല. അത്ഭുതങ്ങൾ നടക്കും, പക്ഷെ ഉപദേശത്തിൽ അത് കയറില്ല. അത് മായമാണ്, മായം. പ്രൈസ് ദി ലോർഡ്. വീര്യപ്രവൃത്തികൾ നടക്കും, പക്ഷെ അത് ഉപദേശത്തിൽ കയറില്ല. ഭൂതങ്ങൾ വിട്ടുപോകും, പക്ഷെ അത് ഉപദേശത്തിൽ കയറില്ല. ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം നിമിത്തം, ദൈവരാജ്യത്തിന്റെ ഉപദേശം നിമിത്തം, രാജ്യത്തിന്റെ സുവിശേഷ നിമിത്തം ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. അത് പേരെടുക്കാൻ വേണ്ടിയല്ല, ആത്മാക്കൾ ദൈവരാജ്യത്തിന് അവകാശിയാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജ്ഞാനത്തിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവാത്മാവിൽ ഉപദേശം പഠിപ്പിക്കുമ്പോൾ, വെളിപ്പെടുത്തുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും, ആമേൻ. മുടന്തർ നടക്കും, കുഷ്ഠരോഗികൾ ശുദ്ധരായി മാറും, ചെവിടനെ കേൾക്കും, അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ അതൊന്നും എന്ത് ചെയ്യില്ല, ഉപദേശത്തിനകത്ത് കയറില്ല, ഉപദേശത്തിന്റെ അകത്ത് കയറില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുക്കളയിൽ നോക്കിയാലും ഉപ്പുചട്ടി ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാം, കഞ്ഞിച്ചട്ടിക്കകത്ത് ഉപ്പുചട്ടി കയറില്ല. സ്തോത്രം. ആവശ്യമുള്ളത് നമ്മളെടുത്ത് ഉപയോഗിക്കും, അത്ര മാത്രം. ഹല്ലേലൂയ. എന്നതുപോലെ പ്രസംഗത്തിനകത്ത് ഭൗതികമായ അനുഗ്രഹത്തിന് സാക്ഷ്യം കയറില്ല, കയറാൻ പറ്റൂല. ദൈവാത്മാവിലാണ് സംസാരിച്ച. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുകയുമില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുകയുമില്ല. പ്രാകൃത മനുഷ്യൻ അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നവർക്കൊന്നും തിരുവെഴുത്തുകളെ ആത്മീയമായി
വിവേചിക്കേണ്ട ആത്മാവിനെ ലഭിക്കില്ല. ദൈവത്തെ കണ്ടെത്തിയെന്ന് സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവാത്മാവിന്റെ ഉപദേശത്തെ ആത്മീയമായി ഗ്രഹിക്കുവാനുള്ള, വിവേചിക്കുവാനുള്ള കൃപ ലഭിക്കില്ല. കാരണം ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് താഴ്മയല്ല, ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് നിഗളമാണ്. നിഗളികളോട് ദൈവം എന്ത് ചെയ്യും? എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർ എന്ത് ചെയ്യും? കടാക്ഷിക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കടാക്ഷിക്കുന്നത്? ദൈവാത്മാവിന്റെ ഉപദേശത്തെ അവൻ ഗ്രഹിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ, വിവേചിച്ചറിയുവാനുള്ള സഹായം ദൈവം കൊടുക്കും. അതാണ് നന്മ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള നന്മ അതാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രാകൃത മനുഷ്യൻ നന്മ എന്ന് പറയുമ്പോൾ ഭൗതിക നന്മകളെ കുറിച്ച് ചിന്തിക്കും. തേങ്ങ, മരിച്ചിനി, മുട്ട, മലക്കറി, ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഇതെല്ലാം പ്രാകൃതനാണ്. സ്തോത്രം. നമ്മൾ പ്രാകൃതന്മാർ അല്ല, നമ്മൾ ആത്മീകന്മാരായി മാറണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും രണ്ടാകരുത്. നമ്മുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും ഒന്നായിരിക്കണം. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തോട് പറഞ്ഞത്, ആ പ്രാകൃതന്മാർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയില്ല. അത് ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രഹിക്കാൻ കഴിയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തെ കണ്ടെത്തി എന്ന് പറയുന്നവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കേ പറ്റും. അതിന് നമ്മുടെ സാക്ഷികളാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷിയാണ്. ദൈവത്തെ കണ്ടെത്തിയെന്ന് ചിന്തിച്ചിരുന്ന കാലം മൊത്തവും ആത്മീയമായി വചനത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. പക്ഷെ ദൈവത്തെ കണ്ടെത്തിയോ? ദൈവത്തെ കണ്ടെത്തിയില്ലയോ? മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ഞാൻ ദൈവത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്ന കാലം, എന്റെ ഹൃദയത്തെ ഞാൻ ശോധന ചെയ്തു. എന്റെ ഹൃദയത്തെ ശോധന ചെയ്തപ്പോൾ തിരുവചനമായിട്ടൊന്നില്ല, ഒരു ബന്ധവുമില്ല. അപ്പോഴാണ് ആത്മാവ് എനിക്ക് ബോധം വരുത്തി തന്നത്, ദൈവത്തെ കണ്ടെത്തിയില്ല. ദൈവത്തെ കണ്ടെത്തുന്ന നീ പറഞ്ഞത് മാനുഷ്യജ്ഞാനമാണ്. അത് മാനുഷ്യജ്ഞാനം ഉപദേശിച്ച വചനം നീ കേട്ടത് കൊണ്ടാണ്. സ്തോത്രം. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അയ്യം വിളിച്ചു പോയത്, നെടുവീർപ്പിട്ട് പോയത്, സ്തോത്രം, ഭയപ്പെട്ടു പോയത്. അല്ലല്ലേ? അത് വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ലേ, അന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴും ചില കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കാരണം മനുഷ്യജ്ഞാനം കേട്ടു വന്ന എനിക്ക് ദൈവത്തെ കണ്ടെത്തി എന്നുള്ള മനോഭാവമായിരുന്നു. കാരണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, എന്നെ ഗ്രഹിച്ചില്ല, എന്നെ ചിന്തിച്ചില്ല, എന്റെ ഹൃദയത്തെ ഞാൻ എന്ത് ചെയ്തില്ല, പരിശോധിച്ചില്ല, എന്റെ അന്തേന്ദ്രിയത്തെ ഞാൻ എന്ത് ചെയ്തില്ല, പരിശോധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പരിശോധിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആത്മാവില്ലായിരുന്നു എന്നിൽ. സ്തോത്രം. ദൈവാത്മാവില്ലായിരുന്നു. ദൈവം എന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. എന്റെ അന്തരേന്ദ്രിയത്തെ എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. എന്റെ ഉത്ഭവങ്ങൾ എന്ത് ചെയ്യുന്നു? ആരാഞ്ഞറിയുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്നു തുടങ്ങിയപ്പോഴാണ്, എന്നിൽ നെടുവിട്ടപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത്. സ്തോത്രം. വായിക്കുന്ന വചനവും എന്റെ ഹൃദയം തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാകുന്നില്ല. ചേർച്ച ഉണ്ടാകുന്നില്ല എന്ന് സമ്മതിച്ചപ്പോഴാണ് ആത്മാവ് വീണ്ടും നെടുവിട്ട് തുടങ്ങിയത്. ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് പറയിപ്പിച്ചു. എന്നെ വിട്ട് ദൈവം ഇല്ല എന്ന് പറയുന്നവരല്ല എന്നോട് പറയിപ്പിച്ചത് ദൈവത്തെ കണ്ടെത്തിയില്ലെന്ന്. സ്തോത്രം. ദൈവമില്ല എന്ന് പറയുന്ന മൂഢനല്ല എന്നെ വിട്ട് ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് പറയിപ്പിച്ചത്. സ്തോത്രം. ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് എന്നെ വിട്ട് പറയിപ്പിച്ചത്, സ്തോത്രം, ആത്മീയ ജ്ഞാനമാണ്, ദൈവജ്ഞാനമാണ്. ഹല്ലേലൂയ. മനുഷ്യജ്ഞാനം എന്നോട് പറയിപ്പിച്ചത് ദൈവത്തെ കണ്ടെത്തിയെന്ന്. പക്ഷെ ദൈവജ്ഞാനം എന്നിൽ തുടങ്ങിയപ്പോൾ എന്നെ വിട്ട് പറയിപ്പിച്ചത് ദൈവത്തെ കണ്ടെത്തിയില്ല, ദൈവത്തെ അന്വേഷിപ്പീൻ. സ്തോത്രം. സ്തോത്രം.
സ്തോത്രം. അപ്പോഴാണ് പിന്നെ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ ദൈവത്തെ കണ്ടെത്തിയവർ അല്ലെങ്കിൽ കണ്ടെത്തി എന്ന് പറയുന്നവർ അവിശ്വസിച്ച് പിന്മാറുന്നവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ പിൻപിലുള്ളത് മറന്ന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട് ഓടുന്നവരാണ്. എന്താണ് പിന്നിലുള്ളത്? അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി, ഭൗതിക നന്മകൾ, ഇതെല്ലാം പുറകിലുള്ളതാണ്. അതിനെ മറക്കുക. അനുഭവിക്കണം വേണ്ടെന്നല്ല, പക്ഷെ അതിന് മറക്കണം. അതല്ല നമ്മുടെ സാക്ഷ്യം. ദൈവജ്ഞാനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യജ്ഞാനം പഠിപ്പിക്കുന്നത് ഭൗതിക അനുഗ്രഹം നന്മയെന്നാണ്. എന്നാൽ ദൈവജ്ഞാനം പഠിപ്പിക്കുന്നത് ഭൗതിക അനുഗ്രഹം തിന്മയെന്നും ഭൗതിക അനുഗ്രഹം ശാപം എന്നുമാണ്. അതുകൊണ്ട് അതിനെല്ലാം ഓർക്കാനുള്ളത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവയ്ക്കുന്നതുമായ ക്രിസ്തുവിനെ ഓർക്കുക, ക്രിസ്തുവിന്റെ ഉപദേശത്തെ ഓർക്കുക, വെളിപ്പെടുവാനുള്ള തേജസ്സിനെ ഓർക്കുക. ഇതാണ് ദൈവജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവജ്ഞാനവും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തെയും ഇരുളിനും തമ്മിൽ വേർതിരിച്ചു. മനുഷ്യജ്ഞാനത്തെയും ദൈവജ്ഞാനത്തെയും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിക്കണം. സ്തോത്രം. ലോകജ്ഞാനത്തെയും സ്വർഗീയ ജ്ഞാനത്തെയും തമ്മിൽ എന്ത് ചെയ്യണം? വേർതിരിക്കണം. ഗുണത്തെയും ദോഷത്തെയും തമ്മിൽ വേർതിരിക്കണം. രണ്ടും ഒന്നിച്ച് ചേർന്ന് പോകാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള വേർതിരിവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടണം. അതിന്റെ സ്മരണയിലായിരിക്കും അന്യഭാഷ പറയേണ്ടത്. അതിന്റെ സ്മരണയിലായിരിക്കും ആത്മജീവിതത്തിൽ വളരേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നാളുകളിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സ്തോത്രം. യേശു ക്രിസ്തു നാമം എന്ന് പറയുന്നത് അങ്ങനെയാണ്. യേശു ക്രിസ്തുവിന്റെ നാമം അത് സ്വർഗീയ ജ്ഞാനമാണ്, അത് ദൈവജ്ഞാനമാണ്. സ്തോത്രം. എന്നാൽ യേശുവിൻ നാമം എന്ന് പറയുന്നത് അത് മാനുഷിക ജ്ഞാനമാണ്. അത് യേശുവിൻ നാമക്കാരൻ അത് മാനുഷിക ജ്ഞാനമാണ്, അത് ലോകജ്ഞാനമാണ്, അത് തത്വജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ നാമമല്ല, യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ഉപദേശം മാനുഷികമായിട്ടല്ല, ആത്മീയമായി ദൈവാത്മാവിന്റെ ഉപദേശം ആത്മീയമായി വിവേചിപ്പാൻ നമ്മളിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. അതാണ് 34:10 പറയുന്നത്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ആ ഒരു ഭാഗം ഒരു ഉപമയാണ് കേട്ടോ, ഒരു ഉപമയാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല, മുടക്കമില്ല എന്നുള്ള ആത്മീയ ജ്ഞാനത്തെ, ആത്മീയ വാക്കിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി സ്തോത്രം ഒരു മാനുഷ്യ ജ്ഞാനമാകുന്ന ഒരു ഉപമ അവിടെ പറഞ്ഞതാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ എന്ത് ചെയ്യും? വിശന്നിരിക്കും. യഹോവയെ കണ്ടെത്തിയവരെ കുറിച്ചല്ല, കണ്ടെത്തിയെന്ന് പറയുന്നവരെ കുറിച്ചല്ല, അന്വേഷിക്കുന്നവരെ കുറിച്ചാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് എന്തില്ല? ആത്മീയ നന്മയ്ക്ക് മുടക്കമില്ല, ആത്മീയ വെളിപ്പാടിന് മുടക്കമില്ല. നമുക്ക് എത്രത്തോളം മുടക്കമുണ്ടോ അത്രത്തോളം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവത്തെ ആരോടാണ് അന്വേഷിക്കാനുള്ളത്? സമന്യാവിന്റെ പുസ്തകം 1:6 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ചെറിയൊരു സൂചന വായിക്കാം. യഹോവയെ വിട്ട് പിന്മാറിയവരെ, യഹോവയെ അന്വേഷിക്കുകയോ യഹോവയെ കുറിച്ച് ചോദിക്കുകയോ യഹോവയെക്കുറിച്ച് വളർച്ചക്കന്മാരോട്, സഹോദരന്മാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചുകളയും. ദൈവജ്ഞാനമാണ് ഈ പറയുന്നത്, മനുഷ്യജ്ഞാനമല്ല. മനുഷ്യജ്ഞാനം പറയും ദൈവസ്നേഹമാണെന്ന്, എന്നാൽ ദൈവജ്ഞാനം പറയും ഛേദിച്ചുകളയും. പിന്നും ദൈവജ്ഞാനം പറയും ഛേദിച്ചുകളയുമെന്ന് പറയുമ്പോൾ വാർത്ത അനുഭവിച്ച് മനം തിരിയുന്നവർക്ക് ദൈവസ്നേഹമാണ്. അതാണ് ദൈവജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യജ്ഞാനം മാനസാന്തരം എന്ന് പഠിപ്പിക്കാതെ
മാനസാന്തരപ്പെടാത്തവർക്കും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവർക്കും ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിച്ചാൽ അത് മാനുഷിക ജ്ഞാനമാണ്, അത് ദൈവജ്ഞാനമല്ല. ശ്രദ്ധിച്ചിരിക്കണുണ്ട്. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നത് അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നത് നല്ലതാ, പക്ഷെ ഉറങ്ങി ശ്രദ്ധിക്കരുത്, ഉണർന്ന് ശ്രദ്ധിക്കണം. അല്ലേ? എങ്ങനെ ശ്രദ്ധിക്കണം? ഉണർന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ വിട്ട് പിന്മാറിയവരെ, യഹോവയെ വിട്ടു, യഹോവയുടെ അരുളപ്പാടിനെ വിട്ടു, ദൈവിക ജ്ഞാനത്തെ വിട്ടു, അവിടെ പിന്മാറി, അവിശ്വസിച്ച് പിന്മാറി. വിട്ടെന്ന് പറഞ്ഞ അർത്ഥം കണ്ടെത്തി. കണ്ടെത്തി എന്ന് പറയുന്ന സകലരും ദൈവത്തെ വിട്ടവരാണ്. അന്വേഷിക്കുന്ന സകലരും ദൈവത്തെ കണ്ടെത്തുവാൻ ഓടുന്നവരാ, ആ മുറുകെ പിടിക്കാൻ ഓടുന്നവരാ. സ്തോത്രം, സ്തോത്രം. വായിക്കാം. യഹോവയെ വിട്ട് പിന്മാറിയവരെ യഹോവയെ അന്വേഷിക്കുകയോ, യഹോവയുടെ വചനങ്ങളിൽ വായിച്ച് അന്വേഷിക്കുകയോ, യഹോവയെ കുറിച്ച് സഹോദരങ്ങളോട് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ചെയ്യാത്ത ഏവരെയും അതാ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. എങ്ങനെ? സോദോം ഗോമോറ പോലെ. സ്തോത്രം. സോദോം ഗോമോറ പോലെ അങ്ങനെ പറയാൻ പറ്റൂ. കാരണം എന്താ? ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി വെള്ളത്താൽ നശിപ്പിക്കില്ല, പിന്നെ തീയാൽ നശിപ്പിക്കും. അതിന്റെ അടയാളമാണ് സോദോം ഗോമോറ. അത് ലോക സ്നേഹികളായിരുന്നു, ദുർമാർഗികളായിരുന്നു. സ്തോത്രം. കർത്തൃത്വങ്ങൾക്ക് കീഴ്പ്പെടാത്തവരായിരുന്നു. ഹല്ലേലൂയ. ഇന്നും കർത്തൃത്വങ്ങൾക്ക് കീഴ്പ്പെടാത്ത, മനോബോധമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, അനുതാപമില്ലാത്ത 99 നീതിമാന്മാരായാലും ആമേൻ സ്തോത്രം, അവർ സോദോം ഗോമോറയ്ക്ക് തുല്യമാണ്. നമ്മളും പറയണം, അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നാം ഓരോരുത്തരും സോദോം ഗോമോറ പോലെ ആമേൻ നശിച്ചു പോകും. എങ്ങോട്ടാ മനം തിരിയാനുള്ളത്? മനുഷ്യജ്ഞാനത്തിലേക്കല്ല, ദൈവജ്ഞാനത്തിലേക്ക് മനം തിരിയണം. ദൈവജ്ഞാനം ആത്മീയത്തെ വെളിപ്പെടുത്തും, മനുഷ്യജ്ഞാനം ലൗകികത്തെ വെളിപ്പെടുത്തും. നമുക്ക് വേണ്ടത് ലൗകികമല്ല, നമുക്ക് വേണ്ടത് ആത്മീകമാണ്, ഉയരത്തിലെ ജ്ഞാനമാണ്, ഉയരത്തിലെ ശക്തിയാണ്. അങ്ങനെ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലെ 30-31 വാക്യം വായിക്കുമ്പോൾ, മേലിൽ നിന്നുള്ളവൻ എല്ലാവർക്കും മീതെയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായി സംസാരിക്കുന്നത് മനുഷ്യജ്ഞാനമാണ്. എന്നാൽ ഭൗമികമായ മനുഷ്യന് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. അപ്പോൾ അവൻ ആത്മീയ ജ്ഞാനം പ്രസ്താവിക്കും. ഹല്ലേലൂയ. അതിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. മനുഷ്യജ്ഞാനമുള്ള നമ്മൾക്ക് ആത്മീയ ജ്ഞാനം വ്യാപരിച്ചാൽ ആത്മീയ ജ്ഞാനത്തെ നമ്മൾ എടുത്തു പറയണം. എടുത്തു പറഞ്ഞാൽ അയ്യോ ഞാൻ പ്രശംസിക്കുകയാണല്ലോ എന്ന് തോന്നരുത്. എന്ന് തോന്നും എന്ന് പറഞ്ഞ് പറയാതിരിക്കരുത്. ഹല്ലേലൂയ. ആത്മീയ ജ്ഞാനം കിട്ടിയാൽ അതിൽ പ്രശംസിക്കാൻ വകയുണ്ട്. ദൈവത്തിന് മുമ്പിലല്ല, ലോകത്തിന് മുമ്പില്, മനുഷ്യ ജ്ഞാനത്തിന് മുമ്പില് പ്രശംസിക്കാൻ വകയുണ്ട്. സ്തോത്രം. കള്ള നോട്ടിന് മുമ്പില് നല്ല നോട്ടിന് പ്രശംസിക്കാൻ വകയുണ്ട്. കള്ള നോട്ടിന് മുമ്പില് നല്ല നോട്ടിന് പ്രശംസിക്കാൻ വകയുണ്ട്. അതുപോലെയാ മനുഷ്യ ജ്ഞാനത്തിന്റെ മുമ്പില് ദൈവജ്ഞാനത്തിന് തല ഉയർത്തുവാൻ പ്രശംസിക്കാൻ വകയുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രശംസിക്കണം. അതില് അഹങ്കരിക്കരുത്, പ്രശംസിക്കണം. അർത്ഥം സാക്ഷിക്കണം, ഏറ്റു പറയണം. ഹല്ലേലൂയ. ലോകസൗഖ്യമല്ല സാക്ഷ്യം പറയാനുള്ളത്, മനുഷ്യജ്ഞാനമല്ല സാക്ഷ്യം പറയാനുള്ളത്. ദൈവജ്ഞാനം സാക്ഷ്യം പറയണം. ദൈവജ്ഞാനം ഭക്തിയെ വർദ്ധിപ്പിക്കുന്നു, ദൈവജ്ഞാനം ഭാവബോധത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവജ്ഞാനം മാനസാന്തരത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവജ്ഞാനം അനുതാപത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവജ്ഞാനം
നാം ഈ നാളുകളിൽ നന്മ പ്രാപിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ബാലസിംഹങ്ങള് ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർ. സമന്യ 2:1-2. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. സ്തോത്രം. നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ നമ്മുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവിൻ. കൂട്ടായി ആചരിപ്പീൻ. അതേ കൂട്ടായി ആചരിപ്പീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ പറഞ്ഞത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ യഹോവയെ അന്വേഷിപ്പിൻ. നിങ്ങളോട് പറയുന്നില്ല അന്വേഷിക്കാൻ. സൗമ്യതയുള്ളവരോടാണ് പറയുന്നത് ദൈവത്തെ അന്വേഷിപ്പാൻ. പ്രാർത്ഥിക്കാൻ സൗമ്യതയുള്ളവരോട്, വചനമായി സൗമ്യതയുള്ളവരോട്, കൂടി വരുവാൻ സൗമ്യതയുള്ളവരോട്, ഉപവസിപ്പാൻ സൗമ്യതയുള്ളവരോട്, പ്രബോധിപ്പിക്കാൻ സൗമ്യതയുള്ളവരോട്. സ്തോത്രം. കർത്തൃത്വങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ സൗമ്യതയുള്ളവരോട് ദൈവം അരുളി ചെയ്യുന്നതാണ്. സൗമ്യതയുണ്ടോ നമുക്ക്? കൂടി വരിക, ഉപദേശിക്കാൻ, ഉപദേശം കേൾക്കാൻ, കീഴ്പ്പെടാൻ, ശാസന കേൾക്കാൻ, ശിക്ഷണ കേൾക്കാൻ. സ്തോത്രം. സമയം കൂടി പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് മുമ്പിൽ കൊണ്ടതൊന്ന് അമർന്നിരിക്കാൻ സൗമ്യതയുണ്ടോ? അല്ലല്ല, മാനസാന്തരപ്പെടണം. സൗമ്യത ഇല്ലയോ? മാനസാന്തരപ്പെടണം. കൂട്ടായി മാതിരപ്പോൾ മനസ്സില്ലയോ? മാനസാന്തരപ്പെടണം. സ്നാനപ്പെടാൻ മനസ്സില്ലയോ? അവൻ സ്നാനപ്പെടണം. അവിടെ സൗമ്യത വരണം. സൗമ്യതയുള്ളവർ സ്നാനമേൽക്കും. സൗമ്യതയുള്ളവർ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയും. സൗമ്യതയുള്ളവർ സ്വത്ര ആത്മനിയോഗത്താൽ വ്യാപരിക്കപ്പെടും. അത് മനുഷ്യജ്ഞാനത്തിലല്ല, ഇതെല്ലാം ദൈവജ്ഞാനത്തിൽ. ഹല്ലേലൂയ. സൗമ്യത അന്വേഷിപ്പീൻ. നീതി അന്വേഷിപ്പീൻ. സ്വർഗ്ഗത്തിലെ നീതി അന്വേഷിപ്പീൻ. സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. മറഞ്ഞിരിക്കണമെങ്കിൽ സൗമ്യത അന്വേഷിക്കണം, നീതി അന്വേഷിക്കണം, ദൈവജ്ഞാനം അന്വേഷിക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം. അവിടെ മറയാൻ പറ്റൂ. വേറെ ഒരിടത്ത് പോയി മറഞ്ഞാലും അവിടെ ദൈവ കോപം വരും. ഹല്ലേലൂയ. കാരണം മുൻപേ രാജ്യവും നീതി അന്വേഷിക്കുന്നവർ ക്രിസ്തുവിൽ മറയുകയാണ്. അവിടെ ദൈവകോപം വരില്ല. സ്തോത്രം. സൗമ്യത അന്വേഷിക്കുന്നവർ അവർ സൗമ്യരാകുന്ന ക്രിസ്തുവിൽ കീഴടങ്ങിയാണ്. അവരുടെ ദൈവകോപം വരില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അന്വേഷിക്കാൻ പറയുന്നത്, കണ്ടെത്തി എന്ന് പറയരുതെന്ന്. സൗമ്യത കണ്ടെത്തിയോ? നീതി കണ്ടെത്തിയോ? ദൈവത്തെ കണ്ടെത്തിയോ? വിശുദ്ധി കണ്ടെത്തിയോ? രാജ്യവും നീതി കണ്ടെത്തിയോ? കണ്ടെത്താതിരിക്കെ കണ്ടെത്തിയെന്ന് പറയുന്നവരുടെ മേൽ ദൈവത്തിന്റെ കോപം അളവ് കൂടാതെ വരുന്നു. എന്നാൽ അന്വേഷിക്കുന്നവരുടെ മേൽ, അനുതാപത്തോടെ അന്വേഷിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സ്നേഹം അളവ് കൂടാതെ അല്ലേ വരുന്നത്. അതാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ തമ്മിൽ സ്നേഹിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് സ്നേഹിച്ചത് പരീശന്മാരെയല്ല, ന്യായശാസ്ത്രന്മാരെയല്ല, സദൂക്യരല്ല, കപടഭക്തിക്കാരെയല്ല, ആമേസ്തോത്ര ആലയത്തിന് തീ കൊളുത്തിയവരല്ല. ആമേസ്തോത്ര. ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്നേഹിച്ചത് ആരെയാണ്? യേശു ക്രിസ്തു സ്നേഹിച്ചത് നീതി അന്വേഷിക്കുന്നവരെ, സൗമ്യത അന്വേഷിക്കുന്നവരെ, കരുത അന്വേഷിക്കുന്നവരെ, സ്നേഹത്തെ അന്വേഷിക്കുന്നവരെ, അവരെയാണ് യേശു കർത്താവ് സ്നേഹിച്ചത്. യേശു കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു എന്ന് പറയുന്നതെങ്കിൽ അത് വളരെ പോഷത്വമായ വാക്കാണ്. സ്തോത്രം. യേശു കർത്താവ് സ്നേഹിച്ച നമുക്കറിയാം. 99 മാനസാന്തരം കൊണ്ട് ഉപയോഗമില്ലാത്ത 99 നീതിമാന്മാരല്ല സ്നേഹിച്ചത്. പ്രതുത മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ഒരു പാപിയാണ് യേശു കർത്താവ് സ്നേഹിച്ചത്. ആ പാപികളിൽ നാം ഒരുത്തനായിരിക്കുന്ന, ആ പാപികളിൽ നാം ഒരുവനായിരിക്കുന്ന, ആ പാപികളിൽ നാം ഒരുവനായിരിക്കുന്ന.
നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും. മാനുഷിക ജ്ഞാനം നമ്മെ പിന്മാറ്റത്തിലേക്ക് നയിക്കും. മനുഷ്യജ്ഞാനത്തിന്റെ പുറകിൽ അധർമ്മം പ്രവൃത്തി നടക്കും. ദൈവജ്ഞാനത്തിന്റെ പുറകിൽ നീതി പ്രവൃത്തി വെളിപ്പെടും. ആരുടെ നീതി പ്രവൃത്തി? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാത്ത നീതി പ്രവൃത്തിയിൽ എന്താണ്? കറ പുരണ്ട തുണി പോലെയാണ് നമ്മുടെ നീതി പ്രവൃത്തി. കറ പുരണ്ട തുണി ആകരുത്. കറ പുരണ്ട തുണി ആകാതിരിക്കണമെങ്കിൽ നാം മനുഷ്യജ്ഞാനം വിട്ട് ദൈവജ്ഞാനത്തെ അന്വേഷിക്കണം. വ്യത്യാസങ്ങൾ തിരിച്ചറിയണം. വകഭേദങ്ങൾ തിരിച്ചറിയണം. നന്മയും തിന്മയും തിരിച്ചറിയണം. തിന്മ ഭൗതിക അനുഗ്രഹം, നന്മ ആത്മീയ അനുഗ്രഹം. തിരിച്ചറിവുള്ളവരായിരിക്കണം. തിരിച്ചറിവിന്റെ ബോധമുള്ളവരായിരിക്കണം. മനോബോധമുള്ളവരായിരിക്കണം. അവിടെയാണ് ആത്മാവിന്റെ ഇടപെടൽ. അവിടെയാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. 34:10 സങ്കീർത്തനം. ബാലസിംഹങ്ങള് ഇരകിട്ടാതെ വിശന്നിരിക്കും. അന്വേഷിക്കുന്നവർക്ക് വീണ്ടും ചേർത്ത് ചിന്തിച്ചാൽ, ജഡപ്രകാരം നാം വിശന്നിരുന്നാലും, ജഡപ്രകാരം നാം ദാഹിച്ചിരുന്നാലും, ജഡപ്രകാരം നാം ക്ഷീണിച്ചിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവരാണോ? ക്ഷീണിച്ചിരിക്കുന്നതിന്റെ മധ്യത്തിലും ഉയരത്തിന്റെ ശക്തി വ്യാപരിക്കും. ക്ഷീണിച്ചിരിക്കുന്നതിന്റെ മധ്യത്തില് ആത്മീയ വെളിപ്പാട് വ്യാപരിക്കും. വിശന്നിരിക്കുന്നതിന്റെ മധ്യത്തില് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ ഉപദേശം വെളിപ്പെടും. അവരെ ബാലസംഘമായി അവൻ ഉപമിക്കുന്നത് ഒരു അക്ഷരീയ മനുഷ്യനായിരിക്കാം. അക്ഷരീയമായി നമ്മെ ഓരോരുത്തരെയായിരിക്കാം. അക്ഷരീയമായി നാം രോഗിയായാലും, ദാഹമുള്ളവരായാലും, വിശപ്പുള്ളവരായാലും, നഗ്നരായാലും, ആപത്തുള്ളവരായാലും, കഷ്ടതയുള്ളവരായാലും, ഉപദ്രവമുള്ളവരായാലും, പട്ടിണിയുള്ളവരായാലും യഹോവയെ അന്വേഷിക്കുന്നതെങ്കിൽ വെളിപ്പെടുവാനുള്ള തേജസ് വെളിപ്പെടും. വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ സുവിശേഷം വെളിപ്പെടും. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ പ്രതിനിധിയാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, അത് മനുഷ്യജ്ഞാനമാണ്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സിന് എന്ത് ചെയ്തു? സ്തോത്രം. മാനുഷിക ജ്ഞാനത്തിന് കീഴ്പ്പെട്ടവർ എല്ലാ അവിശ്വാസികളാണ്, മാനസാന്തരമില്ലാത്തവരാണ്. എന്നാൽ നീതിമാന്മാരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാകട്ടെ നീതിമാന്മാരല്ല, വസ്തുത പാപികളാണ്. സ്തോത്രം. നമ്മുടെ മാനസാന്തരത്തെ ചൊല്ലി സ്വർഗ്ഗം സന്തോഷിക്കണം. നമ്മുടെ മാനസാന്തരത്തിന്റെ പൂർത്തീകരണം നമ്മുടെ മരണത്തോടു കൂടിയാണ്. അതിന്റെ അർത്ഥം ഇന്ന് മാനസാന്തരം ഇല്ല വേണ്ടെന്നല്ല, നാളെ മാനസാന്തരം വേണ്ടെന്നല്ല. അന്നൊന്ന് വേണ്ടുന്ന മാനസാന്തരം അന്നൊന്ന് വേണം. ആമേൻ. നാളത്തേക്കുള്ള മാനസാന്തരം നാളെ കിട്ടും. നാളെ മാനസാന്തരപ്പെടുവാനുള്ള പാപത്തെ കുറിച്ചുള്ള ബോധം നാളെ കിട്ടും. ഇന്ന് കിട്ടിയ പാപബോധത്തിന് ഇന്ന് മാനസാന്തരം, ഇന്നലെ കിട്ടിയ പാപബോധത്തിന് ഇന്നലെ മാനസാന്തരം. ദിവസം കഴിയുന്തോറും ശിക്ഷ കൂടും. ദിവസം കഴിയുന്തോറും മാനസാന്തരപ്പെടാൻ ദിവസം കഴിയുന്തോറും ശിക്ഷ കൂടും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് പഠിച്ചില്ല. നാളെ പഠിപ്പിച്ചു, ആമേശ്വത്ര നാളെ പഠിപ്പിച്ചു, സ്കൂളിൽ പോയി നാളെ പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് പഠിച്ചില്ല. മറ്റന്നാൾ സ്കൂളിൽ പോയി പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് പഠിച്ചില്ല. അപ്പോൾ 7 ദിവസമായി 3 ദിവസത്തെ പഠനമായി. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴോ റിവിഷൻ എടുത്താലും തീരില്ല, മനസ്സിലാവില്ല, ബുദ്ധിമുട്ടുകൾ നിൽക്കില്ല, പരീക്ഷ എഴുതാൻ കഴിയില്ല, എഴുതിയാലും വിജയം ഉറപ്പല്ല. പക്ഷേ അന്നുള്ള പാഠം അന്നൊന്ന് പഠിച്ചാലോ എന്ന് പറയുന്നത് പോലെ അന്നുള്ള ദോഷം അന്നൊന്ന് മതി. അന്നുള്ള ദോഷത്തിന് അന്നൊന്ന് മാനസാന്തരം ഉണ്ടാകണം. അന്നുള്ള ദോഷത്തിന് അന്നൊന്ന് മാനസാന്തരം ഉണ്ടാകണം. കൂട്ടിവെച്ചാൽ ശിക്ഷ കൂടും. സ്തോത്രം. നാളത്തെ മാനസാന്തരത്തിന്റെ പാപബോധം നാളെ കിട്ടും. എന്നതിന് ആകാശവും ഭൂമി സാക്ഷിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മുടെ അകൃത്യത്തെ ആകാശം വെളിപ്പെടുത്തും, നമുക്കും വെളിപ്പെടുത്തി തരും. ദൈവത്തിന് മുമ്പിൽ മാത്രം കൊണ്ട് ബോധ്യപ്പെടുത്തുകയല്ല, നമുക്കും വെളിപ്പെടുത്തി തരും ആകാശം നമ്മുടെ അകൃത്യത്തെ. സ്തോത്രം. അത് തിരിച്ചറിയുവാൻ നമുക്ക് മനോബോധം ഉണ്ടായിരിക്കണം. തിരിച്ചറിയുവാൻ നമുക്ക് മനോബോധം ഉണ്ടായിരിക്കണം. മനോബോധം ഉണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകും.
ദൈവിക വിശ്വാസം വളരും. മനുഷ്യ ജ്ഞാനം വിട്ട് ദൈവജ്ഞാനത്തിൽ വളരാൻ കഴിയും. അതിന്റെയും അർത്ഥം ജീവിതത്തിൽ മനുഷ്യജ്ഞാനം വേണ്ടെന്നല്ല, പക്ഷെ മനുഷ്യജ്ഞാനം ദൈവിക പ്രമാണത്തോട് കൂട്ടിച്ചേർക്കരുത്. സ്തോത്രം. മനുഷ്യജ്ഞാനം ദൈവിക പ്രമാണത്തോട്, ദൈവ ആലയത്തോട്, ഹൃദയത്തോട് കൂട്ടിച്ചേർക്കരുത്. 12-ാം വാക്യം വായിക്കാം. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. യഹോവയുള്ള ഭക്തിയെ ഞാൻ എന്ത് ചെയ്യാം? ഉപദേശിച്ചു തരാം. അപ്പന്റെ ജോലിയാ, അമ്മയുടെ ജോലിയാ. മക്കളെ എവിടെ? ഇന്ന് മക്കളെ വിളിക്കില്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. മോനെ എന്നല്ലേ വിളിക്കാൻ പറ്റും, അല്ലെ മോളെ എന്നല്ലേ വിളിക്കാൻ പറ്റും, ഒന്നല്ലേ ഉള്ളൂ. സ്തോത്രം. പെറ്റി പെരുകുവാൻ ദൈവം പറഞ്ഞിരിക്കെ ലോകമനുഷ്യരോടല്ല പറഞ്ഞ കേട്ടോ, ദൈവജനത്തോട്. സ്തോത്രം. 1-2 കഴിയുമ്പം ബന്ധുക്കൾക്ക് ആർക്കും ഇനി ഇരിക്കെ പോകയില്ല. സ്തോത്രം. പ്രസവം മാറ്റിയല്ലാതെ അവർക്കൊക്കെ സമാധാനമില്ല. സ്തോത്രം. സ്തോത്രം. ഇതെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും. ഹല്ലേലൂയ. അവിടെ പറയും മക്കളെ ആ സ്തോത്രം. നമ്മുടെ അപ്പന്മാരുടെ കാലത്ത് മക്കളെ വിളിച്ച് എത്ര വരും? എത്ര പരിപാടി വരും? 6, 7, 8, 4, 5, 10, 12, 14 ഓടി വരും. ഇപ്പോഴോ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച സ്തോത്രം. മക്കളെ വന്നെനിക്ക് ചെവി തരുവി. യഹോവയോടുള്ള ഭക്തിയെ എന്തിനാ? മനുഷ്യഭക്തിയില്ല, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. അതാണ് അപ്പന്റെ അധികാരം, അപ്പന്റെ ഉത്തരവാദിത്വം. അപ്പനുണ്ട് ഭക്തി. വിളിക്കുകയാണ് മക്കളെ വന്ന് എനിക്ക് ചെവി തരുവി. ഇത് ഓടാൻ പറയും. അത് ദൈവമാണ് വിളിക്കണെന്ന് പറയും. ദൈവം വിളിക്കണ പിന്നീട്. ആദ്യം അച്ഛനെ അപ്പൻ തന്നെ വിളിക്കണം. ദൈവഭക്തി ഉപദേശിച്ചു കൊടുക്കണം. അപ്പന് ദൈവഭക്തി വേണം. ഹല്ലേലൂയ. മക്കൾക്ക് അതിന് ആഗ്രഹം ഉണ്ടായിരിക്കണം. മക്കളെ അങ്ങനെയുള്ളവരെ മക്കളെ വിളിക്കാവൂ. ഇല്ലാത്ത ഒരുത്തരും ആരെയും മക്കളെ എന്ന് വിളിക്കരുത്. അത് അപ്പനും അമ്മയ്ക്ക് മാത്രമേ മക്കളെ വിളിക്കാനും അനുവാദം